ഈ നാളുകളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വേദനാജനകമായിരിക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പം തന്നെ നമ്മളിപ്പോൾ രണ്ടെണ്ണം കേട്ടില്ലേ, അലക്സിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, ഗോഡ്വിൻ്റെ കാര്യം, പിന്നെ മറ്റുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ കൊട്ടാരത്തിലെയും പത്തനാപുരത്തും ഒക്കെയുള്ള സഹോദരിമാരും ഒക്കെ പെട്ടെന്ന് നിത്യതയിലേക്ക് ചേർക്കപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വേദനയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ജീവിത ഭാരം വഹിക്കുന്നവരായിട്ട് നമ്മൾ കാണുന്നു. ഇന്ന് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് 5 types of burden that a Christian may have to manage. ഒരു വിശ്വാസി 5 തരത്തിലുള്ള ഭാരങ്ങൾ എങ്ങനെ അവരത് വഹിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകട്ടെ. ഒന്നാമത്തെ ബേർഡൻ, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം. ഗലാത്യ ലേഖനം, തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. A burden that we share. നമ്മൾ തമ്മിൽ ഷെയർ ചെയ്യുന്ന, ഭാരം വഹിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. തമ്മിൽ വഹിക്കേണ്ടതായിട്ടുള്ള ഒരു ഭാരം ഒരാളെ കൊണ്ട് തന്നെ വഹിക്കാനായിട്ട് പറ്റില്ല. ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞിട്ട് അലക്സിൻ്റെ കാര്യം. അലക്സ് ഭാര്യ ഹോസ്പിറ്റലിലാണ്, മകളെ നിത്യയിൽ ചേർക്കപ്പെട്ടു, വളരെ ബുദ്ധിമുട്ടിൽ പോകുക. അവരുടെ ആ ഭാരം വഹിക്കുന്നതിന് വേണ്ടി മറ്റുള്ള സഹോദരങ്ങളാണുള്ളത്. അങ്ങനെ തമ്മിൽ ഭാരങ്ങളെ വഹിക്കുവാനുള്ള ദൈവത്തിൻ്റെ കൽപ്പന നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തുവാ? നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കും. നാം ഒരു സഹോദരൻ്റെയോ സഹോദരിയുടെയോ ഭാരത്തിനോട് ചേർന്ന് നമ്മുടെ ഒരു തോൾ അങ്ങോട്ട് വെച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ കൈ ഒന്ന് നീട്ടി ഒന്ന് തലോലിക്കുമ്പോൾ, നാം ഒരു വാക്ക് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി ഇടവെന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കുക. എന്താണ് ക്രിസ്തുവിന്റെ ന്യായപ്രമാണം? ഫുൾഫിൽ ദ ലോ ഓഫ് ക്രൈസ്റ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണത്? യോഹന്നാൻ സുവിശേഷം 5:12 പറഞ്ഞിട്ടുണ്ട്, ലവ് വൺ അനദർ, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോഴാണ് ഭാരം വഹിക്കാൻ തക്കവണ്ണം സാധിക്കും. ഭാരം നമുക്ക് പങ്കിടണമെന്നുണ്ടെങ്കിൽ പരസ്പരം ഒരു സ്നേഹം വേണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ആ സ്നേഹിക്കുക എന്നുള്ളത് കാണുന്നത് നിങ്ങൾ പരസ്പരം ഭാരം പങ്കിടുമ്പോഴാണ്. അങ്ങനെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നിവർത്തിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നിങ്ങൾ നിവർത്തിക്കുകയാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ് പ്രൊഫഷൻ. സ്ട്രക്ചറൊക്കെ ഞാൻ ഡിസൈൻ ചെയ്യാറുണ്ട്, റോഡ് ഡിസൈൻ ചെയ്യാറുണ്ട്. ഒരു സ്ട്രക്ചർ, ഒരു ഫ്രെയിമിൻ്റെ ബലം നിർണ്ണയിക്കുന്നത് അതിനകത്ത് തൂണുണ്ട്, ബീമുണ്ട്, സ്ലാബുണ്ട്, ഇങ്ങനെ പല യൂണിറ്റുകളുണ്ട്. എന്നാൽ ഇതിനെല്ലാം കൂടെ കൂട്ടി നിർത്തിയിരിക്കുന്ന ജോയിന്റുകൾ. ഒരു തൂണും ഒരു ബീമും കൂടെ വന്ന് മുട്ടുമ്പോൾ ഇവിടെ ഒരു ജോയിന്റ് ഉണ്ടാകും. ആ ജോയിന്റുകളാണ് വാസ്തവത്തിൽ ഈ സ്ട്രക്ചറിന് ബലം കൊടുക്കുന്നത്. അല്ലാണ്ട് ഈ ഓരോ യൂണിറ്റിന്റെ ബലമല്ല. ഇതിന്റെ പിടിവിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം മറഞ്ഞു വീഴും. അതുകൊണ്ട് ഞങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന കാര്യം, ഈ ഓരോ യൂണിറ്റിനെക്കാട്ടിലും കൂടുതൽ ബലം ഈ ജോയിന്റിന് ലഭിക്കത്തക്കവണ്ണമുള്ള വകമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്താണ് ചൂണ്ടിക്കാണിക്കുന്നത്? ജോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തുവാ? സഹോദര സ്നേഹം. ഈ സഹോദര സ്നേഹം ഊഷ്മളമാകുമ്പോൾ ബന്ധം വർദ്ധിക്കും. വരുന്ന ലോഡ് നമുക്ക് ഒരുമിച്ചെടുക്കാനായിട്ട് പറ്റും. ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കാനായിട്ട് ദൈവം നമുക്കുണ്ട് ആഗ്രഹിക്കുന്നത് അതാണ്. നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1 കൊരിന്ത്യർ 12-ാമത്തെ ആയതിൽ സഭ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു പല അവയവങ്ങൾ ചേർന്ന ശരീരമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമാണല്ലോ സഭ. തലയായിരിക്കുന്നവനോട് കൂടെ നാം ചേർന്ന് നിൽക്കും. ഓരോ അവയവത്തിനും ഉദ്ദേശമുണ്ട്, പ്രത്യേകമുള്ള ഫങ്ഷനുണ്ട്. ചെറുതും വലുതുമൊന്നുമില്ല, എല്ലാവർക്കും എല്ലാവരെയും ആവശ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രശംസിക്കാൻ വകയുണ്ട്. ചിലപ്പം പറയും, ഈ ചെറിയ ഈ കുഞ്ഞു വരൽ ഇത് വല്ല പ്രയോജനമുണ്ട്. ഈ തള്ളവരലും ഇതൊക്കെ വളരെയധികം പ്രയോജനമുള്ളതാണ്. പക്ഷേ ഈ വിരൽ കൊണ്ട് എന്താ പ്രയോജനം? ഇത് യൂസ്ലെസ് എന്ന് ചിന്തിക്കുന്നുണ്ടോ? ചെവി ഒന്ന് ചൊറിഞ്ഞു കഴിഞ്ഞാൽ
ഏത് വിരലാണ് അങ്ങോട്ട് ഇടുന്നത്? ഈ വിരലിട്ടാച്ചോ എല്ലാ വിരലിനും എല്ലാ അവയവത്തിനും ഉദ്ദേശമുണ്ട്, ആവശ്യമുണ്ട്, പരസ്പരം ആവശ്യമാണ് എന്നാണ് കർത്താവ് പറഞ്ഞ ആ രംഗത്തു നിന്നും നമുക്ക് എഴുതിപ്പറയാൻ സാധിക്കുന്നത്. പെട്ടെന്ന് ഞാൻ മുൻപോട്ട് പോകട്ടെ. രണ്ടാമത്തെ ബേർഡൻ. ഒന്നാമത്തെ ബേർഡൻ നമ്മൾ പങ്കുവെക്കുന്ന, ഷെയർ ചെയ്യുന്ന ബേർഡൻ. ഇനി രണ്ടാമത്തേതുണ്ട്. ആ 6-ാം അധ്യായത്തിൽ തന്നെ, ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിൽ തന്നെ 5-ാമത്തെ വാക്യം, ഓരോരുത്തൻ താന്താന്റെ ചുമട് ചുമക്കുമല്ലോ. ഇത് നമുക്ക് പങ്കുവെക്കാനുള്ളതല്ല. ഇത് ഓരോരുത്തരും താന്താന്റെ ചുമട് വഹിക്കണമെന്ന് എന്താ പറഞ്ഞത്? താന്താന്റെ ചുമട് മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ പറ്റില്ല. അന്ന് ഞാൻ വഹിക്കേണ്ടതായിട്ടുള്ള ഒരു ചുമട് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ ഈ ചുമട്? നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിച്ചറിയാം. അവർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ബാക്കിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ട്. അതിനകത്തുള്ള എന്തുവാ? പുസ്തകം, നോട്ട്ബുക്ക്, പെൻസില്, കാര്യങ്ങളൊക്കെ. സോ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ ബാക്ക് പാക്ക്. ഒരു പടയാളി യുദ്ധത്തിന് പോകുന്ന സമയത്ത് ആ പടയാളിയുടെ പുറകിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ട്. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ ഡയറക്ഷന് വേണ്ടി, അവൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി അവൻ വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു ബാക്ക് പാക്ക്. We are talking about that backpack. And that, if you share that, if you hand it out to somebody else, you will be in danger. ദൈവം നാം വഹിക്കേണ്ടതിന് വേണ്ടി ദൈവം നമ്മുടെ പുറത്തോട്ട് വെച്ചിരിക്കുന്ന ചില ഭാരങ്ങൾ, അത് നമ്മൾ വഹിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ കൂടെ നിറവേറും. പൗലോസിനോട് ചോദിച്ചാൽ മതി, ഉള്ള കാര്യം തുറന്നു പറയും. ഈ ശൂലം നീങ്ങിപ്പോകേണ്ടതിന് വേണ്ടി ഞാൻ 3 വട്ടം അപേക്ഷിച്ചു. ദൈവം എന്നോട് പറഞ്ഞു, മോനെ വേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. ഇത് ഞാൻ മാറ്റിക്കഴിഞ്ഞാൽ നീ എനിക്ക് ഉപയോഗശൂന്യനായിട്ട് മാറും. നീ എനിക്ക് ഉപയോഗമുള്ളവനായിട്ട് നിന്റെ വേല ഫുൾഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ശൂലം നിനക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം ഓരോരോ ചെറിയ ശൂലങ്ങളും ചെറിയ ഭാരങ്ങളും ഒക്കെ ചിലപ്പം പിടിച്ചേൽപ്പിക്കുന്നുണ്ടായിരിക്കും. അതൊന്നും തട്ടി മാറ്റണ്ട. കർത്താവേ കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അത് നമുക്ക് അനുഗ്രഹമായിട്ട് പറയും. ഞാനൊക്കെ ചെറുപ്പത്തെ കല്ലിശ്ശേരി വളർന്നപ്പോൾ ഞങ്ങൾക്ക് ഈ പടവലങ്ങയുടെ കൃഷിയുണ്ട്. പടവലങ്ങ വരുമ്പം അത് ചെറുതായിട്ട് ഇങ്ങോട്ട് വരുമ്പം അതിനൊരു ടെൻഡൻസി ഉണ്ട്. എന്താണെന്നറിയാമോ? ചുരുളുക. ചുരുണ്ട പടവലങ്ങ ആയിക്കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് അതിനെ നേരെ വളർത്തുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്തുവാ? നിങ്ങൾ കാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ള കാര്യം എനിക്ക് പറയുന്നത്. ചെറിയൊരു കല്ല് അതിൻ്റെ അറ്റത്ത് കെട്ടിത്തൂക്കും. അങ്ങനെ കെട്ടിത്തൂക്കി കഴിയുമ്പോൾ പിന്നെ ഇതിന് വളയാൻ പറ്റത്തില്ല. നേരെ ചൊവ്വയുള്ള ഒരു പടവലങ്ങ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ ഒരു കല്ല് കാണും. കല്ലില്ലാത്തതൊക്കെ ചുരുണ്ട് കൂടിയിരിക്കും. ദൈവം നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ട് ചില ഭാരങ്ങൾ ഇങ്ങനെ കൂട്ടിപ്പിടിപ്പിച്ച് വെച്ചിരിക്കും. അത് ദൈവനാമത്തിൽ മഹത്തരമാകുന്നതൊക്കെ ഉണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. 3-ാമത്തെ ഒരു കാര്യമുണ്ട്. അത് സങ്കീർത്തനം 81:6, Psalms 81. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമടു നീക്കി, അവൻ്റെ കൈകൾ കുട്ട വിട്ടൊഴിഞ്ഞു. ഞാൻ അവൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കിയെന്ന് നമ്മൾ മലയാളത്തിൽ വായിക്കുന്നെങ്കിലും ഇംഗ്ലീഷിൽ അതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അല്പ വ്യത്യാസ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. ഐ ഹാവ് റിമൂവ്ഡ് ദ ഷോൾഡർ ഫ്രം ദ ബർഡൻ. ഈ ബർഡന്റെ, ഈ ഭാരത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന തോളാണ് മാറ്റിയത്, ചുമടല്ല മാറ്റിയത്. ഭാരം വഹിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുക. എൻ്റെ ഈ ഭാരം വഹിക്കുന്നതിന് വേണ്ടി ആ ഭാരമെടുത്ത് മാറ്റുകയല്ല ചെയ്തത്, എന്നെ മാറ്റി മറ്റൊരു ചുമട് അവിടെ കൊണ്ട് വെച്ചു, മറ്റൊരു തോള് അവിടെ കൊണ്ട് വെച്ചു ആ ഭാരം വഹിക്കുന്നതിന് വേണ്ടി. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എൻ്റെ പാപഭാരം എനിക്ക് വഹിക്കാൻ പറ്റില്ല. എൻ്റെ പാപഭാരം വഹിച്ചതാരാ? എൻ്റെ കർത്താവ്. ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത്, ഞാൻ ഭാരം വഹിച്ച് തളർന്ന് തരിപ്പണമാകേണ്ട സ്ഥാനത്ത് അവൻ തൻ്റെ തോള് എൻ്റെ അടുക്കലോട്ട് കൊണ്ടുവന്നിട്ട്, മോനെ നീ അങ്ങോട്ടൊന്ന് മാറിക്കേ, ഞാൻ ആ ഭാരം എടുത്തോളാം എന്ന് പറഞ്ഞ് എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ കർത്താവിനെ നമുക്ക്
എത്ര എത്ര സ്തുതിച്ചാലും നമുക്ക് മതിയാകത്തില്ല. അതുകൊണ്ടാണല്ലോ ഗ്രഹാം പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പാപഭാരമെല്ലാം തൻ്റെ ചുമലിൽ ഏറ്റുകൊണ്ട് എനിക്കായി മരിച്ച, കുരിശിൽ മരിച്ച എൻ്റെ കർത്താവ് എത്ര നല്ലവൻ എന്ന് താൻ പാടാൻ തക്കവണ്ണം കാര്യമില്ല. എനിക്കായി മരിച്ച ഒരു കർത്താവ് എനിക്ക് വേണ്ടി എൻ്റെ തോളിനെ മാറ്റിയിട്ട് തൻ്റെ തോൾ അവിടെ വെച്ചിട്ട് എന്നെ ഫ്രീ ആയിട്ട് വിട്ടിട്ട്, നമ്മൾ വായിക്കുന്നത് എന്തുവാ? എൻ്റെ കൈകൾ കൊട്ട വിട്ട് അഴിഞ്ഞു. ഐ ബിക്കം ഫ്രീ. അതുവരെ ഞാൻ ഈ ഭാരവും വഹിച്ചുകൊണ്ട് കൊട്ട താഴെ പോയാണ്ട് കയ്യും പിടിച്ചുകൊണ്ട് ഞാൻ ഞെരുങ്ങി ഞാൻ മുമ്പോട്ട് പോകുമ്പോഴാണ് എൻ്റെ കർത്താവ് എന്നെ സന്ധിക്കുന്നത്. അവിടെ വന്നിട്ട് ഈ ഭാരം താൻ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. ഈ കർത്താവിനായിട്ട് നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യാം. നാലാമത്തേത് കൂടെ ഉണ്ടല്ലോ, അത് നമ്മൾ വായിക്കുന്നത് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ്. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ആദ്യത്തെ burden, the burden that we share. രണ്ടാമത്തെ burden, the burden that we bear. മൂന്നാമത്തേത് the burden that was removed from me. നാലാമത്തേത് the burden that we kick off. പൊളിച്ചു മാറ്റി കളയേണ്ട ഒരു burden. ആ burden എന്താണ്? സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിടുക. അത് ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന ചില പാപപ്രവർത്തികൾ, എനിക്ക് വിടാൻ മനസ്സില്ലാത്ത ചില തെറ്റായ ചില വഴികൾ, ഇത് ഞാൻ പിടിച്ചു വെച്ചിരിക്കുക. ദൈവത്തെ പറഞ്ഞിരിക്കുന്നത് കിക്ക് ഇറ്റ് ഓഫ്. ആംപ്ലിഫൈഡ് ബൈബിൾ അത് വായിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ അർത്ഥപുഷ്ടിയുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് സ്ട്രിപ്പ് ഓഫ് ആൻഡ് ത്രോ ഓഫ്, വലിച്ച് കീറി ദൂരെ എറിയുക. അതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ചില പാപഭങ്കരമായിട്ടുള്ള ചിന്തകളോ വഴികളോ പ്രവർത്തനങ്ങളോ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിടാതെ കണ്ട് പിടിച്ചു വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ജയിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. ഒടുവിലത്തേതോടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അഞ്ചാമത്തെ കാര്യം 55-ാം സങ്കീർത്തനത്തിന്റെ 22-ാമത്തെ വാക്യം. നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. ആ ഭാരം നാം അതുപോലെ നമ്മുടെ കർത്താവിന്റെ കർത്തകളിൽ കൊടുത്തിട്ട് അവനത് വഹിക്കുക. നമ്മുടെ ജീവിത കാലയളവിൽ നമ്മളെ കൊണ്ട് വഹിക്കാൻ വയ്യാത്ത ഭാരങ്ങൾ, കഥനഭാരങ്ങൾ, ലോൺലിനെസ്, ദുഃഖം, ഭാരം, ആശങ്ക, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കർത്താവിനെ അങ്ങ് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അവൻ വഹിച്ചു. നമുക്കതാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള നമ്മുടെ ഭാരം മറ്റുള്ളവരുടെ പക്ഷേ പറയാനൊക്കെ നമുക്ക് സാധിച്ചെന്ന് വരില്ല. വളരെ കോൺഫിഡൻഷ്യലാണ്, വളരെ ലോൺലിയാണ്. ഒരുമിച്ചൊക്കെ ജീവിച്ചു, കൂട്ടാളി അങ്ങ് പോയി, ഒറ്റയ്ക്കായി, ഭാരം, ഏകാന്തത, ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ ഭാരം, നിന്റെ ഭാരം യഹോവയിൽ വെച്ചു കൊടുക്കുക, അവൻ നിന്നെ പുലർത്തും. ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. 5 ഭാരങ്ങൾ. ഒന്ന്, നമ്മൾ ഷെയർ ചെയ്യേണ്ട ഭാരം. മറ്റൊന്ന്, നമ്മൾ വഹിക്കേണ്ടതായിട്ടുള്ള ഭാരം. മറ്റൊന്ന്, ദൈവം നമ്മളിൽ നിന്നും എടുത്തിട്ട് താൻ വഹിക്കുന്നതായിട്ടുള്ള പാപഭാരം. പിന്നൊന്നുള്ളത് നമ്മൾ തൊഴിച്ച് വെട്ടിമുറിച്ച് ദൂരെ കളയേണ്ടതായിട്ടുള്ള പാപപ്രവൃത്തികളുടെ ഭാരം. ഒടുവിലായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം അനുഭവിക്കേണ്ടി വരുന്ന ജീവിത ക്ലേശങ്ങൾ, ഭാരങ്ങൾ, ലോൺലിനെസ്, ഇതൊക്കെ നമുക്ക് അങ്ങോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ദൈവം അത് ഏറ്റെടുത്ത് അവൻ നമ്മെ വഴി നടത്തും. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ സഹായിക്കട്ടെ. നമ്മുടെ ഭാരം വഹിപ്പാൻ കർത്താവുണ്ട്, അവനെ ഏൽപ്പിക്കുക.
നമ്മൾ ഭാരരഹിതരായിട്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം കൃപ തരുവാനാകട്ടെ. വന്ന സമയത്തിനായിട്ട് സ്തോത്രം. അല്പം മുമ്പോട്ട് പോയി നിങ്ങൾ ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നു.